കെബിൻ, തിരുവനന്തപുരം നഗരസഭ, തിരുവനന്തപുരം കോർപ്പറേഷൻ LDF-ൽ നിന്ന് BJP-യിലേക്ക് പോയതിനു ശേഷം വലിയ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. പുതിയ നഗരപിതാവ് വരുന്നു. അപ്പോൾ മേയർ ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ശ്രീലേഖ IPS മുൻ DGP വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഓഫീസ് ഒഴിഞ്ഞു തരണമെന്ന് പറയുന്നു. അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും നടക്കുകയാണ്. അപ്പോൾ VK പ്രശാന്തും അതുപോലെ തന്നെ ശ്രീലേഖ IPS തമ്മിൽ ഉണ്ടായിരുന്ന പ്രശ്നത്തിലേക്ക് ഇപ്പോൾ പുതിയൊരു അതിഥി കൂടി എത്തിയിരിക്കുകയാണ്, നമ്മുടെ KS ശബരിനാഥൻ. അപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് MLA ഹോസ്റ്റലിൽ 2 റൂമുകൾ ഉണ്ടായിരുന്ന VK പ്രശാന്ത് എന്തിന് പുതിയൊരു ഓഫീസ് കെട്ടിടം വാടകയ്ക്കെടുത്ത് അവിടെ പോയിരിക്കുന്നു എന്ന ചോദ്യമാണ്, ന്യായമായ ചോദ്യമാണ് ശബരിനാഥൻ ഉന്നയിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? നോക്കൂ, ആദ്യത്തെ കാര്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ശ്രീലേഖ IPS മേയറായിട്ട് വരുമെന്നായിരുന്നല്ലോ എല്ലാവരുടെയും കാഴ്ചപ്പാട്. പക്ഷേ അപ്പോഴും നേഷൻ ഫസ്റ്റും ഞാനും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് വന്നാലും VV രാജേഷ് മേയർ ആവുകയുള്ളൂ, അദ്ദേഹം നൂലിൽ കെട്ടി ഇറക്കിയ ആൾക്കാരെ ഒന്നും പരിഗണിക്കില്ല എന്നുള്ളത്. അപ്പോൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ അവർ കാറിൽ കയറി പോകുന്നൊരു സാഹചര്യം ഉണ്ടായി ആദ്യത്തെ ദിവസം. അതിനുശേഷം ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ആശയും അതേപോലെ മേയർ VV രാജേഷും വീട്ടിൽ ചെന്ന് ശ്രീലേഖ IPS-നെ കാണുന്നു. അവർക്ക് അപ്പോഴും അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്ന് അറിയിക്കുന്നു. പിറ്റേന്ന് രാവിലെ, അതായത് ആലോചിച്ച് നോക്കണം, ഒരു ബ്യൂറോക്രസിയുടെ ഒരു അങ്ങേ തലത്ത് നിന്ന് എല്ലാ പരിരക്ഷകളും കിട്ടിക്കൊണ്ടിരുന്ന ഒരാളെ പെട്ടെന്ന് ഒന്നുമല്ലാതെ നിഷ്പ്രഭമാക്കുന്ന ഇമേജിനേക്കുന്നൊരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്. അതാണ് നമുക്ക് അവിടെ ആദ്യം കാണാൻ കഴിയുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം അവർ അവരുടെ വാർഡിലേക്ക് ചെല്ലുന്നു. ശാസ്തമംഗലത്തിൽ ചെന്നതിന് ശേഷം വട്ടിയൂർക്കാവ് MLA ആയ പഴയ MLA ബ്രോ അല്ലെങ്കിൽ മേയർ ബ്രോ ആയിട്ടുള്ള VK പ്രശാന്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവിടെ റൂം ഒഴിഞ്ഞു തരണമെന്ന് പറയുന്നു. MLA-യുടെ കെട്ടിടം ഒഴിഞ്ഞു തരണമെന്ന് ആണ് ആദ്യഘട്ടത്തിൽ പറയുന്നത്. വിഷയം മൂർച്ഛിക്കുന്നു, തരില്ല എന്ന് പറയുന്നു. കോർപ്പറേഷൻ ഇടപെട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒഴിഞ്ഞു കൊടുക്കാമെന്ന് MLA പറയുന്നു. 31-ാം തീയതി വരെ കരാറുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതിനു മുമ്പും അവിടെ BJP-യുടെ വാർഡ് കൗൺസിലർക്ക് സുഗമമായ അവരുടെ ഗവേണൻസ് നടത്താൻ കഴിയുന്ന തരത്തിലുള്ളൊരു റൂം, ഇരിക്കാൻ കഴിയുന്ന 2 കസേരകൾ, കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ, അതിൽ ശുചിമുറിയുമായി ബന്ധപ്പെട്ട് മാത്രമേ അതിൽ അഭിപ്രായ വ്യത്യാസം ഉയരുന്നുള്ളൂ. അവിടെയാണ് ഫയലുകളൊക്കെ അടക്കി വെച്ചിരുന്ന വീഡിയോസൊക്കെ നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി കണ്ടിരുന്നു. അപ്പോൾ കൊടുത്തുകൊണ്ടിരുന്ന വാടക 825 രൂപയാണ് എന്ന് പറയുന്നു. ഇതിൽ 2 കാര്യങ്ങളിലാണ് എനിക്ക് എതിർപ്പുള്ളത്. കൊടുത്തുകൊണ്ടിരുന്ന വാടക 825 അല്ല ബിൽഡിങ്ങിന് കിട്ടേണ്ടിയിരുന്നത് എന്നുള്ള വാദം ശരിവെക്കുന്ന ആളാണ് ഞാൻ. രണ്ടാമത്തത്, ആ ശുചിമുറി, അത് ഒരു കൗൺസിലർക്ക് ശുചിമുറിയിലാണോ ഫയൽ അടുക്കി വെക്കാനുള്ളത്? ഒരു പ്രൈവസിയുടെ കാര്യമല്ലേ എന്ന് പറയുന്നത്. 2-ാമത്തെ ദിവസമാകുന്നു ഈ പ്രശ്നം കുറച്ചുകൂടെ മൂർച്ഛിക്കുന്നു. മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് ശ്രീലേഖ IPS നടത്തുന്നു. അത്തരം സാഹചര്യത്തിൽ എൻ്റെ അനിയനാണെന്ന് പറഞ്ഞ് ചെല്ലുന്നു. നമ്മൾ ആ ബന്ധത്തിൻ്റെ പുറത്താണ് ഇത് ഒഴിയാൻ പറഞ്ഞത് എന്ന് പറയുന്നു. ആദ്യത്തെ ഘട്ടം തന്നെ അവിടെ പാളുന്നൊരു സാഹചര്യമുണ്ട്. മാർച്ച് 31-ന് ശേഷം ഇത് ഒഴിഞ്ഞാൽ മതി, അതും നീട്ടാനുള്ള സാഹചര്യമുണ്ട്. തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ഇപ്പോൾ KS ശബരിനാഥ് അതിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ഒരു സംശയം അവിടെ ഇപ്പോൾ ഉയരുന്ന ചർച്ച, BJP-ക്ക് ശബരിനാഥ് കൂടെ പിടിക്കുകയാണോ എന്നുള്ളൊരു ചർച്ചയാണ് അവിടെ വരുന്നത്. ഈ നിള ബ്ലോക്കിൽ നമുക്കെല്ലാവർക്കും, നമ്മൾ തിരുവനന്തപുരം സ്വദേശികളാണ്, യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഫ്രണ്ടിലൂടെ പോകുമ്പോൾ അറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി MLA ഹോസ്റ്റലിലെ പണി അവിടെ നടക്കുകയാണ്. ഈ പറയുന്ന കുറച്ച് കെട്ടിടങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നിളയിൽ 2, 31, 32 ആണ്, അല്ലെങ്കിൽ 34, 35, 32 ആ 2 മുറികൾ VK പ്രശാന്തിന് അനുവദിച്ചിരിക്കുന്നു. അവിടെ വെച്ച് പരിപാടികൾ നടത്തിക്കൂടെ എന്നുള്ള ചോദ്യമാണ് ശബരിനാഥ് ചോദിച്ചിരിക്കുന്നത്. ഇതിനെ ഞാൻ രാഷ്ട്രീയപരമായി ഇമ്മച്യൂരിറ്റി എന്ന് കാണാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. 2-ാമത്തെ കാര്യം, ശ്രീലേഖ IPS പറഞ്ഞത് രാഷ്ട്രീയ പാപ്പരത്വം. ഇങ്ങനെയല്ല, ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ മാന്യത കാണിക്കാറുണ്ട്. നോക്കൂ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, രമേശ് ചെന്നിത്തലയുടെ അടുത്ത് CPM-ൻ്റെ ഒരു മുതിർന്ന നേതാവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം നടക്കാനായിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ സങ്കല്പിക്കുക, മേഘ ഒരു കോൺഗ്രസ്സുകാരിയാണ്, ഞാനൊരു CPM-കാരനാണ് സങ്കല്പിക്കുമ്പോൾ ഞാനൊരു ആവശ്യവുമായി താങ്കളുടെ അടുത്തേക്ക് വരികയാണ്. താങ്കളുടെ അടുത്ത് വരുമ്പോൾ നമ്മളുടെ ഒരു രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള സൗഹൃദം വെച്ചിട്ട് താങ്കൾ എനിക്കത് ചെയ്തു തരുന്നു. അതൊരു വശമാണ്, അതൊരു രാഷ്ട്രീയ ബഹുമാനമാണ്, അല്ലെങ്കിൽ അത് അവിടെ ഒരു റെസ്പെക്റ്റ്ഫുൾ കാണിക്കുന്നതാണ്. ഇത്തരത്തിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കാതെ ഒരു കാര്യങ്ങളെ ഡീല് ചെയ്തിരുന്നെങ്കിൽ ഇത് മറ്റൊരു തലത്തിലേക്ക് പോകുന്നു. എന്തുകൊണ്ട് ഇതൊരു മീഡിയ അവൈലബിലിറ്റി പബ്ലിക് പ്ലേസിലേക്ക് മാറ്റിയെന്നുള്ളത്. 2-ാമത്തെ, ശബരിനാഥിൻ്റെ കാര്യം. ശബരിനാഥ് അരുവിക്കര MLA ആയിരുന്നല്ലോ, അരുവിക്കര മണ്ഡലത്തിലാണല്ലോ മേഘ ഉൾപ്പെടെയുള്ളവർ. ശബരിനാഥിന് കൃത്യമായി MLA ഓഫീസില്ലായിരുന്നു, കോവളം MLA-ക്ക് ഓഫീസില്ലായിരുന്നു.
ഈ അപ്പോൾ ഈ MLA ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാളയത്ത് അതാണ് പറയുന്നത്. വട്ടിയൂർക്കാവും പാളയവും തമ്മിൽ എത്ര ദൂരമുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ മേഘയ്ക്ക് അറിയാവുന്ന കാര്യമാണ്. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് അവിടെ വന്നിട്ടുള്ള മാറ്റം എന്റെ പക്ഷം ഞാൻ പറയാം. ഇപ്പൊ ശ്രീലേഖ IPS പറയുന്നൊരു കാര്യമുണ്ട്. അവർ DGP സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ഒരുപാട്, എനിക്ക് തോന്നുന്നു ഈ രാഷ്ട്രീയപരമായ മേഖലയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഒരുപാട് വിവാദങ്ങൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. വീട്ടിലൊറ്റയ്ക്കുള്ള സമയത്ത് വീട്ടിൽ കാവൽ വേണമെന്ന് പറഞ്ഞ ആൾക്കാരെ വരുന്നത്. ഇത്രയധികം പ്രശ്നങ്ങൾ നാട്ടിൽ നടക്കുന്ന സമയത്ത് പോലീസുകാരെ വിളിച്ച് വീട്ടിൽ നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ അവിടെ നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. അങ്ങനെ പല വിഷയങ്ങൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ VK പ്രശാന്തിന്റെ അടുത്ത് കെട്ടിടം തന്നെ ഒഴിഞ്ഞു തരണമെന്ന ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് അനാവശ്യ ആവശ്യമാണെന്ന് എനിക്കും തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോൾ K ശബരിനാഥൻ ഉന്നയിക്കുന്ന ആവശ്യം അല്ലെങ്കിൽ ഉന്നയിച്ച കാര്യങ്ങൾ അതിൽ വസ്തുതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തിന് 2 മുറികൾ ഇവിടെ ഉള്ളപ്പോൾ അവിടെ പോയി ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് നിൽക്കുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അതുപോലെ നേരത്തെ ഇങ്ങനെ നമ്മൾ സഹോദരന്മാരാണ് എന്ന് പറയുന്ന ഒരു സെന്റൻസ് പറഞ്ഞില്ലേ? അപ്പൊ അതിന്റെ പുറകിൽ എനിക്ക് തോന്നുന്നു അത് VK പ്രശാന്തിന്റെ ഓഫീസിൽ നിന്നല്ലേ ആ സംഭവം ഉണ്ടാകുന്നത്. അതെ, VK പ്രശാന്ത് ഇരുന്ന് സംസാരിക്കുന്നതിന്റെ പുറകിലെ ഒരു ബാക്ക് ഡ്രോപ്പ് ശ്രദ്ധിച്ചിരുന്നു. 10 വട്ടം VK പ്രശാന്ത് എന്ന് എഴുതി ബാക്ക് ഡ്രോപ്പ് വെച്ച് അത്യാവശ്യം യൂത്ത് ബ്രിഗേഡ് അത്യാവശ്യം PR വർക്ക് ചെയ്യാനുള്ള ഒരു പരിപാടിയായി അവിടെ ഒരു ഓഫീസ് നിലനിർത്തുന്നു. അവിടെ ഈ സ്വന്തം മുഖം മിനുക്കാനുള്ള പരിപാടികൾ നടത്തുന്നു. അത് തന്നെയല്ലേ അവിടെ നടക്കുന്നത്. VK പ്രശാന്തുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം പറയാം. എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. 2019-ലാണെന്ന് തോന്നുന്നു, പ്രളയ സമയത്താണ് ഒരു വലിയൊരു ഹൈപ്പ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പോഴത്തെ അവിടുത്തെ കളക്ടർ ആയിരുന്ന എനിക്ക് തോന്നുന്നു വാസുകി മാഡം അല്ലെ, അവരുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി അവിടെ ഒരു പ്രവർത്തനം നടക്കുന്നു. പക്ഷെ പല ക്രെഡിറ്റുകളും ഒറ്റയ്ക്കെടുത്താണ് ഈ വലിയൊരു സ്റ്റാർഡമിലേക്ക്, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് VK പ്രശാന്ത് MLA വന്നത്, മേയർ ബ്രോ ആയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണ്. അതുപോലെ ഒരു കുറെ PR സ്റ്റണ്ടിന്റെ ഭാഗമായല്ലേ ആ കെട്ടിടവും വന്നത്? അങ്ങനെയല്ലേ വിശ്വസിക്കാൻ കഴിയില്ല? കൃത്യമായി അത് കോർപ്പറേഷന്റെ ഒരു കെട്ടിടമായിരുന്നു. 3 ചോദ്യങ്ങൾക്ക് മറുപടി തരാം. അതായത് ആദ്യത്തെ ചോദ്യം, ഈ നിളയിൽ 2 മുറികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതായത് നോക്കൂ, വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് വട്ടിയൂർക്കാവിലെ ജനങ്ങൾ എപ്പോഴും തിരക്കേറിയ പാളയത്തിന്റെ അവസ്ഥ അറിയാം. അവിടെ വന്ന് സുഗമമായി രാവിലെ തൊട്ട് പല MLA മാർക്കും വസതിയോട് ചേർന്നിട്ടുള്ള ഒരു ഓഫീസ് റൂമുകൾ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് വട്ടിയൂർക്കാവിലെ ജനങ്ങൾ ഇന്നും രാവിലെ പാളയത്ത് പോയി ഈ MLA ഹോസ്റ്റലിനകത്ത് കയറണമെങ്കിലുള്ള നൂലാമാലകളെ പറ്റി ഇല്ല. K ശബരിനാഥൻ ആ പോസ്റ്റിന്റെ താഴെ ആഡ് ചെയ്തിട്ടുണ്ട്, നിയമസഭാ ഹോസ്റ്റലിൽ പൊതുജനങ്ങൾക്ക് അവരുടെ ജനപ്രതിനിധികളെ കാണുന്നതിൽ യാതൊരു നിയന്ത്രണങ്ങളോ തടസ്സങ്ങളോ ഇല്ല. എല്ലാവർക്കും സുഗമമായി അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് അവിടെ സംവിധാനം ഒരുക്കിയിരിക്കുന്നതെന്ന് എഴുതി ചേർത്തിട്ടുണ്ട്. ഒപ്പം ഒരു കാര്യം പറയുന്നുണ്ട്, മുൻ വട്ടിയൂർക്കാവ് MLA ശ്രീ K മുരളീധരനും നിലവിലെ തിരുവനന്തപുരം MLA ശ്രീ ആന്റണി രാജുവും പൊതുജനങ്ങളെ നേരിട്ട് കാണുന്നതിനായി നിയമസഭാ ഹോസ്റ്റലിലെ സൗകര്യങ്ങളാണ് പ്രയോജനപ്പെടുത്തുന്നത്. അതാണ് പറഞ്ഞത്. K മുരളീധരനും ആന്റണി രാജു MLA ഹോസ്റ്റലിനകത്ത് കയറിയിട്ടുണ്ടോ? ഏതെങ്കിലും? ഇല്ല, ഞാൻ കയറിയിട്ടില്ല. ഒരു പ്രാവശ്യം കയറാനുള്ളൊരു ശ്രമം നടത്തണം. നിയമസഭയിൽ തീർച്ചയായും. അതെ, നിയമസഭയിൽ കയറുന്നതിനേക്കാൾ സമാനമായി നിയമസഭയ്ക്കകത്ത് കയറിയിട്ടുണ്ടല്ലോ. അപ്പം നിയമസഭയിൽ കയറുന്നതിനേക്കാളും നിയമസഭയിൽ കയറുന്നതിനൊപ്പം തന്നെയുള്ള സമാനമായ സുരക്ഷാ സന്നാഹങ്ങളും ആ ഗേറ്റിന് മുമ്പിൽ വന്ന് കാത്തു കെട്ടി കിടക്കുന്ന അവസ്ഥയുമാണ് ജനങ്ങൾക്കുള്ളത്. പോസ്റ്റിന് വേണ്ടി എന്തും എഴുതാം. തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരെടുത്ത് ചോദിച്ചാൽ മതി. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലും MLA ഹോസ്റ്റലിലും നിയമസഭയ്ക്കകത്തും അല്ലെങ്കിൽ പൊതുജനങ്ങളോട് ചോദിച്ചാൽ മതി. കയറി ഇറങ്ങി അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ളൊരു കാര്യം നോക്കൂ. ഒരു MLAക്ക് അവരുടെ മണ്ഡലത്തിൽ ഒരു MLA ഓഫീസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ജനാധിപത്യപരമായി നല്ല കാര്യമാണ്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നു, 825 രൂപയല്ല അതിന് കിട്ടേണ്ട വാടക. ആ വാടക എനിക്ക് തോന്നുന്നു ഒരു 10,000 രൂപ അടുപ്പിച്ച്, അല്ലെങ്കിൽ ഇതിൽ ക്രമക്കേടെന്തോ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കെവിൻ സമ്മതിക്കുന്നു. അല്ല, ക്രമക്കേടല്ല. ഇപ്പൊ ബന്ധങ്ങളുടെ പുറത്തായിരിക്കുമല്ലോ ഇതൊക്കെ. അതായത് CPM കോർപ്പറേഷൻ ഭരിക്കുന്നു, CPMന്റെ കുറെ പേർക്ക് ജോലി കിട്ടുന്നു, MLA ആയിട്ടുള്ള ഇപ്പൊ കോർപ്പറേഷന്റെ കെട്ടിടം വേണമെന്ന് പറയുന്നു. ഈ പാർട്ടിക്കകത്തെ പെൻട്രേഷൻ വഴിയായിരിക്കുമല്ലോ പല കാര്യങ്ങളും കിട്ടുക. അപ്പോൾ 825 രൂപ എന്നുള്ള മാസം വാടക തീരുമാനിക്കുന്നു. നോക്കൂ, ശാസ്ത്രമംഗലത്തും വട്ടിയൂർക്കാവിലും ഒക്കെ കോർപ്പറേഷന് കടകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വകാര്യ കടമുറികൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ റെന്റ് തന്നെ എത്രയും നമുക്കറിയാം. അപ്പോൾ ആ റെന്റിൽ മാത്രമേ എനിക്കൊരു എതിരഭിപ്രായമുള്ളൂ. ഏകദേശം ഒരു 5,000 മുതൽ 7,000 10,000 രൂപയ്ക്കകത്ത് ഉള്ള റെന്റ് നൽകേണ്ടതാണ്. ഈ നടത്തിയിരിക്കുന്ന പബ്ലിസിറ്റി സ്റ്റണ്ടുകൾക്ക് അപ്പുറം നേരത്തെ മേഘ ചോദിച്ചതുപോലെ PR വർക്കാണോ എന്ന് ചോദിച്ചാൽ 2019 അത് നമ്മളെല്ലാവരും അതിന്റെ ഭാഗമായതാണ്. പക്ഷേ ആ സമയത്ത് 2019 PR എന്നുള്ള വാക്കൊന്നും നമ്മൾ കണ്ടിട്ടില്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അത് ഉപയോഗിച്ചിരുന്നു. കെവിന് തോന്നിയിട്ടില്ലേ?
എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അദ്ദേഹവുമായി ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. വാസുകിയായിട്ടും ചേർന്ന് നിന്ന് പ്രവർത്തിച്ച അതെ, വ്യക്തിയാണ്. ഞാനും പ്രവർത്തിക്കാനൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. ഒരുപാട് അരിച്ചാക്കുകൾ ചുമന്ന് തീർച്ചയായും വാസുകി 100 ലോഡ് പോയി എന്ന് പറയുന്നു. അപ്പടി വാസുകി മാഡം സോറി ഓപ്പോട് അതെ, വാസുകി മാഡം 100 ലോഡ് പോയെന്ന് പറയുന്നു. അടുത്ത ദിവസം VK പ്രശാന്തിന്റെ പുതിയ പോസ്റ്റ് വരുന്നു, ഇവിടെ നിന്ന് 100 ലോഡ് പോയിട്ടുണ്ട്. അപ്പൊ ഒരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു PR സ്റ്റണ്ടിലേക്ക് അത് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. അതൊരിക്കലും നിഷേധിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. എനിക്ക് വ്യക്തിപരമായി അങ്ങനെ തോന്നിയിട്ടില്ല. അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രവർത്തനം വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ വട്ടിയൂർക്കാവ് ഇലക്ഷനിൽ സീറ്റ് കിട്ടിയത് എന്നുള്ള ആരോപണങ്ങളൊക്കെ അത് മാധ്യമങ്ങൾ ആഘോഷമാക്കി. അദ്ദേഹത്തിന്റെ ആ കൃത്യമായിട്ടുള്ള വർക്ക് സ്പേസിനെ പറയാതെ മാധ്യമങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെ കിട്ടിയാൽ അതിനെ ഉയർത്തി കാണിക്കുകയും കുറെ നാൾ കഴിയുമ്പോൾ അതിനെ കൂടുതൽ താഴെ കൂടുന്ന സ്ഥിതിയാണ്. പക്ഷേ വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ ഏകോപിപ്പിക്കുന്നു, ഒരു ടീം ഉണ്ടാക്കിയെടുക്കുന്നു. ഇപ്പം കോൺഗ്രസിൽ സതീശൻ ബ്രിഗേഡ് ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് ഒരു യൂത്ത് ബ്രിഗേഡ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ എന്താണ് തെറ്റ്? യുവാക്കളെ കൂട്ടി നിർത്തിക്കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച്, അതായത് സംഘടനയ്ക്കകത്ത് RRT റാപ്പിഡ് റെസ്പോൺസ് ടീമും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഇപ്പം VKP അല്ല, മറ്റാരായാലും ഷാഫി അങ്ങനെ ചേർത്ത് നിർത്തുന്നതിൽ രാഘുമാങ്കുടത്തെ പോലെയുള്ളവരല്ല നിർദ്ദേശിച്ചത്. ഇത്തരത്തിൽ ലഹരിക്ക് പുറകെ പോകുന്നവരെ പിടിച്ചു നിർത്തി അവരെ പൊതുസമൂഹത്തിൽ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി നിർത്തുന്നു. അവർക്ക് കൃത്യമായി ഓരോ കാര്യങ്ങൾക്കും വോളണ്ടിയറിങ് ചെയ്യുന്നു. നമുക്ക് യൂത്ത് ബ്രിഗേഡ് എന്ന് പറഞ്ഞ സംവിധാനം അവിടെ ഈ മണ്ഡലത്തിലകത്തെ പല കാര്യങ്ങളും മോണിറ്ററിങ് ചെയ്യാൻ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. വട്ടിയൂർക്കാവ് മണ്ഡലത്തെ സംബന്ധിച്ച് VK പ്രശാന്ത് വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഇനി അടുത്ത തവണയും ആ സീറ്റ് നിലനിർത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പക്ഷേ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിന് ഇത് ഇങ്ങനെ അല്ലായിരുന്നു പ്രസന്റ് ചെയ്യാനുള്ളത്. അതായത് ശബരിനാഥനെ തിരുത്തുകയല്ല. ശബരിനാഥൻ പറയേണ്ട എന്താണ്, നമ്മൾ ഉന്നയിച്ച വാദങ്ങൾ, അതായത് വാടക കുറവാണ്. അതിൽ എനിക്കൊരു കാര്യമുണ്ട്. ശബരിനാഥൻ BJPയുടെ പക്ഷം ചേർന്നു എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കെബിൻ പറഞ്ഞു. അതെ, എനിക്കത് BJPയുടെ പക്ഷം ചേർന്നതായി തോന്നിയില്ല. ശ്രീലേഖ മാഡത്തിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഓഫീസ് ഒഴിഞ്ഞു കൊടുക്കണമെന്നല്ല ശബരിനാഥൻ ആവശ്യപ്പെട്ടത്. അതല്ല ആവശ്യപ്പെട്ടത്. പൊളിറ്റിക്കൽ നറേഷന്റെ ഭാഗമായി അങ്ങനെ തോന്നുമ്പോൾ പൊളിറ്റിക്കൽ നറേഷന്റെ ഭാഗമായി അത് BJPയുടെ കൂട്ട് നിൽക്കുന്നു എന്ന് ശബരിനാഥൻ എന്നുള്ളൊരു നറേറ്റീവ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നിടത്താണ് പ്രശ്നം. ആ നറേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ആ നറേഷനിലേക്ക് എത്തിച്ചേരുന്നുണ്ട് സ്വാഭാവികമായിട്ട്. പക്ഷെ ശബരിനാഥ് അങ്ങനെ പറയുന്നില്ല. പക്ഷെ മറ്റൊരു കാര്യം നോക്കൂ, BJPയുടെ മുൻ കൗൺസിലറൊക്കെ അവിടെ പ്രവർത്തിച്ചു വന്നതാണ്. ഇപ്പം ഈ 4 വണ്ടി പോലീസും മറ്റു ഉപചാര വൃന്ദങ്ങളും പരിപാടികളൊക്കെ ഇല്ലാതെ ഈ പരിപാടി മുന്നോട്ട് ഓടിക്കാൻ പറ്റില്ല. അത് നമുക്കൊരു കാര്യം പറയും, ഒരുപാട് ഹൈയിൽ നിൽക്കുന്ന ആൾക്കാരെ, സ്റ്റാറ്റസിൽ ഓറിയന്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഇപ്പൊ CM-നെ വിളിച്ചുകൊണ്ട് വന്നു, CM അല്ല പോട്ടെ, DGP ലോക്നാഥ് ബെഹ്റ, മുൻ DGP, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്നു. അദ്ദേഹം ഇപ്പം കൊച്ചി മെട്രോയുടെ MD ആണ്. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഒരു വാർഡിൽ മത്സരിപ്പിച്ചിട്ട് ഇന്ന സൗകര്യങ്ങളെ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സുഖലോലുപമായ സംവിധാനമുണ്ട്. അതിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരാൻ സ്വാഭാവികമായും ഒരു മനുഷ്യനെന്ന നിലയിൽ സാധിക്കില്ല. അത് മാത്രമാണ് ഇവിടെ സംഭവിച്ചത്. ഇത് അനാവശ്യ വിവാദമാണ്. പക്ഷേ മറ്റൊരു കാര്യം, വരാൻ പോകുന്ന വട്ടിയൂർക്കാവ് തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ പോരിനാണ് കഴിഞ്ഞ ദിവസം കേരളം സാക്ഷ്യം വഹിച്ചത്. അവിടെ കൃത്യമായ സന്ദേശം നൽകുന്നുണ്ട് BJP. ഞാൻ കഴിഞ്ഞ ദിവസം ഏതോ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ശ്രീലേഖയെ പിച്ച് ചെയ്യിപ്പിക്കാനും VKP-യുമായിട്ട് നെക്ക് ടു നെക്ക് ഫൈറ്റിലേക്ക് അവിടെ എത്തിക്കാനുമുള്ള ഒരു അവസരമായി ഇത് BJP ഉപയോഗിക്കുന്നതിന്റെ ആദ്യ പടിയായി ഇതിനെ കാണാൻ കഴിയും.